22 000 km, 36 pays et 2 ans de voyage. Sachez qu'il n'est qu'à mi-parcours. Prochaine. It's a God's own country. Yeah. Very beautiful. Your name? Yeah, Christine. Christine. Yes. You're the owner. ഹായ്, ഞാൻ ഫൈസ്, കോഴിക്കോട് തലക്കുളത്തൂർ സ്വദേശിയാണ്. ഞാൻ 2022 ഓഗസ്റ്റ് 15 നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത സൈക്കിൾ യാത്രയാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് പാരീസിലാണ്. പാരീസ് ഒളിമ്പിക്സ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ 36ാമത്തെ രാജ്യമാണ് ഈ സൈക്കിളിൽ യാത്ര ചെയ്യുന്നത്. ഈ ഒരു യാത്രയിൽ എൻ്റെ 30ാമത്തെ രാജ്യം. എന്തായാലും ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മുടെ ഫ്ലാഗ് നോക്കി ഒരുപാട് രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കാനും ഇന്ത്യക്ക് വേണ്ടി സപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് ഈ ഒളിമ്പിക്സിന് പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. രാവിലെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്രൂട്ട് ഷോപ്പ് കണ്ടു. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്. Hi, your name? Nicole. Nicole. I met an Indian boy cycling in Australia. Australia? Yeah. Oh, No, nice. it's great. I have crossed from France to... Donnez-moi les deux, c'est mieux si je pas de Okay. Merci. I have crossed from France to Middle East to Jerusalem in 10 years ago. 10 years ago? Oh, Yeah. nice. That's good. Okay, so it's okay. Thank you very much. Nice to and meet you. Have a good. Thank you so Where much. are you going after? After this Olympics, I will go back to India, fly back to India. I fly. Yeah. Okay. 2 years, India to have- here. 2 years. 2 years. This is my 36th country. Okay, good. 2 ans. Ça fait 2 ans. Et là, c'est ça. But where are you in India? Kerala. Kerala. Yes, South India. Yeah. You know? Yeah. I have some Yeah, friends it's in Australia from Kerala. Kerala is a God's own country. Yeah. Very Yeah. beautiful. Your name? Yeah, Christine. Christine. Yes. You're the owner? No, from the around Paris. Surrounding no. Paris. No. She's the owner of this shop? Yes. Ah, oui, c'est pas... Oui, it's So my up- job. Yeah, Yes. your job. The job, et c'est ton... C'est mon business. C'est ton Yes, business, my et business. voilà, et c'est à toi. Voilà. Et les Ok. propriétaires, t'es owner. Yes. Okay, great. ഇതൊരു സ്ക്വയറാണ്. ഇവിടെ ഒരുപാട് കുട്ടികൾ പല തരത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ റെൻറ്റിന് എടുത്തിട്ട് ഇവരിവിടുന്ന് കളിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലമുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, എല്ലാവരും ഓരോരോ വിനോദോപാധികളിലാണ്. അവിടെ ഒരാൾ കുട്ടികളുടെ മുഖം വീഡിയോയിൽ വരുന്നത് ഇവർക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്, ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഇവിടുത്തെ ഒരു സ്ട്രീറ്റാണ്. അവിടെ കുറേ ഹോംലെസ് പീപ്പിൾ താമസിക്കുന്നതെന്ന് തോന്നുന്നു. കുറേ ടെൻറ്റ് കാണുന്നുണ്ട്. കുറേ ആളുകൾ ചുമ്മാ ഇരിക്കുന്നുണ്ട്. ചില ആളുകൾ പലരും പല ആക്ടിവിറ്റീസിലാണ്. ഇവിടെ കുറേ കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നത്.
ഞാൻ ഒളിമ്പിക്സിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടെ സെക്യൂരിറ്റി കണ്ടോ? ഈ ഏരിയയിലേക്ക്, ഈ ഒരു നദിയിലൂടെയാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ സെറിമണി നടക്കുന്നത്. അപ്പോൾ നാളെ വൈകിട്ട് 5:30-ക്കാണ് ഇനോഗ്രേഷൻ. അത് കഴിയുന്നവരെ ഈ ഏരിയയിലേക്ക് ഒരാളെയും കയറ്റി വിടില്ല. ആ ഈഫൽ ടവർ അതാ ഇങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. ഇതിൽ കൂടുതലായിട്ട് കാണാൻ ഒരു രക്ഷയില്ല. ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തായതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന്, അല്ലാതെ ഒരു രക്ഷയില്ല. എത്ര പോലീസുകാരെ ഇറങ്ങി, ഇപ്പോൾ പട്ടാളക്കാരും ഇറങ്ങിയിട്ടുണ്ട്. രക്ഷയില്ലാത്ത ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ഞാനിങ്ങനെ കറങ്ങി തിരിഞ്ഞ് എവിടെയെങ്കിലും ഒരു ആളെ കിട്ടും. ഇവിടെ ഇന്ത്യക്കാരെ ഒന്നും കാണുന്നില്ല. ഇന്ത്യക്കാരില്ല, ഒരു മനുഷ്യരെയും കാണുന്നില്ല. ഇവിടെ ഒന്നും. UK ഇന്ത്യക്കാരെ കൊണ്ടൊരു കളിയായിരുന്നു. എവിടെ നോക്കിയാലും നമുക്കൊരു ഇന്ത്യക്കാരെ കിട്ടുമായിരുന്നു, പക്ഷെ മലയാളികളെയും കിട്ടുമായിരുന്നു. ഇവിടെ ഇന്ത്യക്കാരെ ഒന്നും കാണാനേ കിട്ടുന്നില്ല. നോക്കാം. എന്തായാലും ഞാനിത് ഇങ്ങനെ ഈ ബാരിക്കേഡിൻ്റെ ചുറ്റും നടക്കാനുള്ള പരിപാടിയിലാണ്. എന്തെങ്കിലും ഒരു ഇത് കിട്ടാതിരിക്കില്ല. ആ ഈഫൽ ടവറിൻ്റെ ആ ഒരു ഏരിയ വരെയാണ് നാളെ പരേഡ് നടക്കാൻ പോകുന്നത്. അവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറം സ്റ്റാർട്ടിംഗ് ആണ്. 10 കിലോമീറ്റർ അപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈഫൽ ടവറിൻ്റെ ഇവിടെ വന്ന് അവസാനിക്കും. ഈ ഏരിയയിലേക്കൊന്നും വരില്ല. അതുകൊണ്ടാണ് ഈ ഏരിയ ഓപ്പണായി കിടക്കുന്നത്. അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ബന്ദോബസ്താണ്. ഒരു മനുഷ്യനെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. എല്ലാം ബന്ദോബസ്താണ്. ഈ ഒരു ബ്രിഡ്ജ് മാത്രമേ ഓപ്പൺ ഉള്ളൂ. ഇവിടുന്ന് മാത്രമേ നല്ലൊരു വ്യൂ കിട്ടുള്ളൂ. അല്ലാത്ത സ്ഥലമൊക്കെ കംപ്ലീറ്റ് ബ്ലോക്ക്ഡ്. ഇവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇവിടെ ഉണ്ടോ സ്റ്റാച്യു ഓഫ് ലിബർട്ടി? ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ള ഫ്രഞ്ചുകാരനാന്ന് തോന്നുന്നു US ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. പക്ഷെ അത് വെള്ളത്തിൽ പോയിട്ട് ഫോട്ടോ എടുക്കേണ്ടി വരും അതിൻ്റെ ഫ്രണ്ട് ഭാഗം കിട്ടണമെങ്കിൽ. തേങ്ങോട്ടെ പറക്കുന്നത്. ഫ്രാൻസിലൊരു ഫേമസ് ചേർച്ചാണ്. ഇവിടെ ഭയങ്കര ടൂറിസ്റ്റുകളാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് അവിടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ്. ഇവിടുന്ന് നല്ല അടിപൊളി കാഴ്ചയാണ്. പാരീസ് മൊത്തം നമുക്ക് ഈ ചേർച്ചിൻ്റെ അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ കൂടാതെ ഇവിടെ ഫുൾ ലോക്കുകൾ, ഇവിടെ മൊത്തത്തിൽ ലവ് ലോക്സാണ്. ഇവിടെ അവിടെ ഇനി അവിടെ സ്പേസ് ഇല്ല ലോക്ക് ചെയ്യാൻ. അത്രയും ലവ് ലോക്സാണ്. യെസ്, ചേർച്ചിൻ്റെ പേര് മോൺമാട്രെ ചേർച്ച് എന്നാണ്. മോൺമാട്രെ. നമ്മൾ വന്ന വണ്ടി ഇതാണ്. ഇവിടെ അധികം നേരം നിർത്തിയിടാൻ പറ്റില്ല. ചേട്ടനോട് പോയി. ഇതാ നമ്മൾ വന്ന വണ്ടി ഇതാണ്. എന്നാ വിട്ടാലോ? ഇവിടെ ഇവിടെ ഈ ഒളിമ്പിക്സ് ഇതിനൊക്കെ വരുന്നവർ ഇവിടെ കാണാനൊക്കെ വരുമായിരുന്നു. അതാണ് ഇത്രയും ഇട്ടേക്കുന്നത്.
ഇന്ന് ഒരുപാട് ശ്രമിച്ചു. ഇന്ന് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനമാണ്. ഞാൻ അതിന്റെ പാസ് കിട്ടുമെന്ന് ഒരുപാട് ട്രൈ ചെയ്തു, നടന്നില്ല. ഞാൻ പല വഴിക്ക് നോക്കി, പല വഴിക്ക് തന്നെ ഒരുപാട് വഴി, എനിക്ക് അറിയുന്ന വഴി ലാസ്റ്റ് 2-3 ദിവസമായിട്ട് അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഭാഗത്തുനിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസേ വരുന്നില്ല, പോസിറ്റീവായിട്ട് റെസ്പോൺസേ വരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു വലിയൊരു സ്ക്രീന് ഇവിടെ ഈ സ്ക്രീനിൽ ഉദ്ഘാടനത്തിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ കാണിക്കുന്ന വലിയ സ്ക്രീനാണ്. ഇതുപോലത്തെ കുറേ സ്ക്രീൻ ഉണ്ട്, 6-7 സ്ക്രീനുകളുണ്ട്. പക്ഷേ ഞാനിവിടെ വന്നു. ഇവിടെ ആകുമ്പം റെസ്ട്രിക്റ്റഡ് ഏരിയ അല്ല, ബാക്കി എല്ലാം റെസ്ട്രിക്റ്റഡ് ഏരിയയിലാണ്. അങ്ങോട്ട് കയറണമെങ്കിൽ പാസ് വേണം. ഞാൻ എൻ്റെ സൈക്കിളും നമ്മൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇന്ന് ഇനോഗ്രേഷൻ ഇവിടുന്ന് വലിയ ബിഗ് സ്ക്രീനിൽ കാണാം. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും നാട്ടിൽ നിന്ന്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പാരീസ് വരെ എത്താനുള്ള എല്ലാ വിസയും കാര്യങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കി. പക്ഷേ ഇവിടെ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം കാണാനും അതിനുള്ള കാര്യങ്ങൾക്കുള്ള സംഭവം റെഡിയായി കിട്ടിയില്ല. എന്താ ചെയ്യുക, ബാഡ് ലക്ക് എന്നല്ലാതെ അതിനൊന്നും പറയാനില്ല. ഞാനെന്തായാലും ഇനോഗ്രേഷൻ ഈ സ്ക്രീനിൽ കാണും. നല്ല അവിടെ പോയി കാണുന്നതിനെക്കാട്ടും നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, de ce voyage. Voilà, take your back here, please. Voilà, et Face, mesdames et messieurs, donc qui vient d'Inde, ok. Il a pédalé pendant 22 000 kilomètres. Qui a déjà pédalé pendant 1000 kilomètres déjà? Ouais, 22 000, ça fait réagir. Alors ça, ce sont ceux qui n'étaient pas là tout à l'heure. Et maintenant, si on fait tout le monde, ceux qui étaient là et ceux qui ne sont pas là, 22 000 kilomètres, mesdames et messieurs. What do you want to say? Voilà, après, on va lui faire une belle ovation pour la vidéo. Voilà, en tout cas, il est super ravi, il est super top, mesdames et messieurs. Voilà, il va t'accompagner Nathalie. Ce que j'aimerais, on a fait tout à l'heure la Ola. Est-ce que tu veux qu'on fasse une Ola? The Waves. Yes? Mexican Waves. Ah, avec le drapeau. Alors, on va faire juste la petite Ola. Est-ce que ça va filmer la Ola? Ouais? Et Ola, Mexican Waves. Ok? On y va ou pas? Là, j'ai mes deux leaders. Les deux leaders, elles sont là, ma fille. On est prêts? Alors, une Ola, s'il vous plaît, pour Pace. Oh, ça tourne, ça tourne, ça tourne. Sainte-Pérille, on est chaud. Ça tourne jusqu'ici. Et hop, et ça repart là. Allez-y, allez-y, allez-y. Ouais. Mexican Waves pour Pace. Voilà, 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 voilà. Et merci bien, mesdames et messieurs, pour 2 ans, 36 pays, 22 000 kilomètres. Attention. Top. 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 Attention, et on dit bien Pace, hein, qu'on entend bien. Top. 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 Pace. Applaudissements pour notre héros du jour, 22 000 kilomètres, 36 pays et 2 ans de voyage. Sachez qu'il n'est qu'à mi-parcours. Prochaine horizon pour lui, ce seront les États-Unis d'Amérique et également l'Amérique du Sud. Une première poignée de main entre le président de la République et Thomas Bach, le président du comité international olympique. Ah oui, mais attendez, non, c'était 10 médailles d'or, 8 titres en hockey sur gazon.